പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങൾ ചിലവരിപ്പോൾ പേപ്പറിലൊന്നും അങ്ങനെ നോക്കാത്തതുകൊണ്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതുവരെ ഇഷ്യൂ ഇല്ലാത്ത കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് കാര്യങ്ങൾ പറയാം. അതായത് വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലെ എസ്പെഷ്യലി കാറ്റഗറി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ടാണ് ഇത് തരുന്നത്. ഇത് എൻജിനീയറിങ്ങിനും ആർക്കിടെക്ചറിനും മെഡിക്കലിനും ഒക്കെ കൂടിയിട്ടുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയണത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടു ദ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ the year 2020 can verify and rectify defects if any. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം as a last chance before the publication of category list. അപ്പോൾ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയണത് 28/9/2020 ആണ്. 25/9 അതായത് ഇന്ന് ആണ് തുടങ്ങുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ഉണ്ട്. അത് വായിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവർ മാത്രം അതനുസരിച്ചിട്ട് ചെയ്യാം. ഹെൽപ്പ് ലൈൻ നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് 0471252530. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ ചെയ്യുക. ഇതൊരു ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് നിങ്ങളെ ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജനറൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഡൗട്ട്സുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരും. ആർക്കിടെക്ചർ ആസ്പിരൻസിൻ്റെ കാര്യത്തിലാണ് ഞാനിത് പറയുന്നത്. ആർക്കിടെക്ചർ ആസ്പിരൻസിന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് കോളിൽ അതിന് സൊല്യൂഷൻസ് പറഞ്ഞു തരും, ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ.